ചില മനുഷ്യരുടെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ പലപ്പോഴും ചെറിയ ചില നിമിഷങ്ങളിലായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹലോ ഡിയേഴ്സ്, എൻ്റെ ചെറിയ ലോകത്തിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഓരോ പെൺകുട്ടിയും ഓരോ വീട്ടിൽ ജനിക്കുന്നു. അവിടെ സ്നേഹിച്ചും കളിച്ചും സ്വപ്നങ്ങൾ നെയ്തും വളരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്കും പുതിയ മനുഷ്യരിലേക്കും പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്കും അവൾ യാത്ര തിരിക്കുന്നു. ചില ഓർമ്മകൾ പിന്നിലാക്കി പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പറിച്ച് നടപ്പെട്ട ജന്മങ്ങൾ. ഒരു പെൺകുട്ടി സ്വന്തം വീടും സ്വന്തം ലോകവും വിട്ട് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവൾക്ക് വേണ്ടത് വലിയ ആഡംബരങ്ങളൊന്നുമല്ല. ആ വീട്ടിൽ ഒരു ചെറിയ സ്ഥാനം, സ്വന്തം എന്ന് തോന്നുന്ന ഒരു ഇടം. ആ ഇടം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയാണുള്ളത്? അത്രമാത്രം. പക്ഷേ അതുപോലെ ലഭിക്കാതെ വന്നാൽ ആ ജീവിതത്തെ എങ്ങനെ മനോഹരമെന്ന് വിളിക്കും? ഒരു വീട്ടിൽ താമസിച്ചാലും സ്വന്തം ഇടം ഇല്ലെന്ന് തോന്നുന്ന ജീവിതം എത്ര വേദനാജനകമാണ്. എന്നാൽ എല്ലാ ജീവിതങ്ങളും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല. അതായത് എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല. എല്ലാ സ്ത്രീകളുടെയും അനുഭവം ഒരുപോലെയല്ല. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുന്ന ഇടങ്ങൾ, നമ്മൾ പറഞ്ഞ ആ ഇടം അല്ലെങ്കിൽ കുടുംബങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ സ്വന്തം ഇടത്തിനും ശബ്ദത്തിനും വേണ്ടി നിശബ്ദമായി പോരാടുന്ന സ്ത്രീകളുണ്ടെന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാനാവില്ല. ഓരോ സ്ത്രീക്കും വേണ്ടത് വലിയ അവകാശവാദങ്ങളൊന്നുമല്ല കേട്ടോ. നീ ഈ വീട്ടിലെ ആളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചെറിയ ഇടം, അതുമാത്രം. അതാണ് വേണ്ടുന്നത്. ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്ന ചില നല്ല ആഗ്രഹം അല്ലെങ്കിൽ നല്ല അവകാശം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എന്നാൽ അവർ ആഗ്രഹിച്ചതിലും സ്വപ്നം കണ്ടതിലും വളരെ മനോഹരമായ നമ്മൾ പറഞ്ഞ ആ ഇടം കിട്ടിയ ഒരുപാട് സ്ത്രീജന്മങ്ങൾ വേറെയുമുണ്ട്. അത് ചിലർ പറയും അവരുടെ ഭാഗ്യമെന്ന്, മറ്റു ചിലർ പറയും അതവൾക്ക് വിധിക്കപ്പെട്ടത് എന്ന്. എന്തായാലും ആ ഇടം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ പറഞ്ഞ ഇടം ലഭിക്കുന്നവരെ കാണുമ്പോൾ ചില പ്രായമായവർ, അതായത് ഓൾഡ് ജനറേഷൻ പീപ്പിൾസ് പറയുന്നത് അത് അവൾക്ക് കിട്ടിയ മുജ്ജന്മ സുകൃതം അല്ലെങ്കിൽ അവളുടെ കാരണവന്മാർ ചെയ്ത പുണ്യം, അതുകൊണ്ട് ആ കുഞ്ഞ് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന്. എന്നാൽ ന്യൂ ജനറേഷൻ പീപ്പിൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ പുതിയ ആൾക്കാർ പറയും, ഓ ഷീ ഈസ് ലക്കി, അവൾ ഭാഗ്യവതിയാണ്, അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ പറയും അവളുടെ സമയം നല്ലത് എന്ന്. എന്നാൽ ഇതൊന്നുമല്ലാതെ പറിച്ചു നടപ്പെട്ട കുറേ പാഴ്ജന്മങ്ങൾ ബാക്കിയുണ്ട്. ആരുടെയൊക്കെയോ കനിവ് കൊണ്ട് എങ്ങനെയൊക്കെയോ വളർന്നു വരുന്ന അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന കുറേ സ്ത്രീജന്മങ്ങൾ. നിങ്ങൾക്ക് എന്താണ് അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? അല്ലെങ്കിൽ ഈ രണ്ട് ജന്മങ്ങളെക്കുറിച്ചും, അതായത് പറിച്ചു നടപ്പെട്ട രണ്ട് ജന്മങ്ങൾ, ഒന്ന് നന്നായി വളരുന്നതും ഒന്ന് തോറ്റുപോയ അല്ലെ പാഴായിപ്പോയ ജന്മങ്ങളും. എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അവസ്ഥകൾ എന്തു തന്നെ ആയാലും ചില ഇടം തേടി ജീവിച്ചു പോകുന്നവരുണ്ട്. ഇന്നും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ പൊരുതി ഒരു സ്വന്തമായി ഇടം നേടണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ഉണ്ട്. ഇതിനൊന്നും കഴിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന കുറേ ജന്മങ്ങൾ ബാക്കി ഇനിയുമുണ്ട്. എന്നാൽ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ എന്തെങ്കിലും ഒരിക്കൽ എനിക്കും ഈ വീട്ടിൽ ഒരു ഇടം കിട്ടും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ.